ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓഫ് റോഡ് മാസ്റ്റേഴ്സ്. ഇപ്പോൾ ട്രാക്കിലുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫോർച്യൂണറാണ്. അത്യാവശ്യം നല്ലൊരു മോൺസ്റ്റർ ലുക്കിലുള്ളൊരു ഫോർച്യൂണറാണ് ട്രാക്കിലുള്ളത്. ഈ ട്രാക്കിലെ ഫസ്റ്റത്തെ ചലഞ്ചാണ് ആ വണ്ടി ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വിസിൽ നമുക്ക് അവിടെ കേൾക്കാം. അവിടെ ഒരു കോൺ ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് അവിടെ എടുത്തിട്ട് തിരിച്ചു വരലാണ്. ഇനി നേരെ താഴേക്ക് വന്നിട്ട് ഒരു റിവേഴ്സ് വരുന്നുണ്ട്. ആ ഒരു കോണിൻ്റെ ഇടയിൽ കൂടെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ DNF ആവും. ഈ ഈവൻറ്റ് വരുന്നത് മലപ്പുറത്താണ്. KL10 ഇൻ്റർ ക്ലബ്ബ് ചലഞ്ചാണ് ഈ ഈവൻറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഹൈറ്റിലൊരു കോണിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ത്രോട്ടിൽ കൊടുത്തിട്ടാണ് വണ്ടി പോകുന്നത്. ചെറിയ ജമ്പൊക്കെ അടിച്ചിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോഴൊരു വിസിലടി ആക്കാം. ആ വിസിലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചലഞ്ച് ക്ലിയർ ആക്കി എന്നുള്ളതാണ്. ഇനി നേരെ റിവേഴ്സാണ്. ഇനി ട്രാക്കിൻ്റെ വേറൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ച് കാണാം. ഈ ഏരിയയിൽ ചെറിയൊരു ഒബ്സ്റ്റക്കിളാണ് ഉള്ളത്. വൺ സൈഡ് പിറ്റാണ്, ഡ്രൈവർ സൈഡാണ് വരുന്നത്. അപ്പോൾ അത് യൂട്ടേൺ അടിച്ചിട്ട് ഇങ്ങനെ വരണം. തെറ്റി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ DNF ആവാം. അപ്പോൾ കറക്റ്റായിട്ട് യൂട്ടേൺ അടിച്ച് വന്നാൽ അടുത്ത ഒബ്സ്റ്റക്കിളിലേക്ക് വരാം. വൺ സൈഡ് പിറ്റ് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ആർട്ടിക്കുലേഷനാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർട്ടിക്കുലേഷനിൽ. ശ്രദ്ധിച്ച് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡാമേജും വരാം. അല്ലെങ്കിൽ ഈ ഒരു പിറ്റിൻ്റെ സൈഡിലേക്ക് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്, അവിടേക്കും കൺട്രോൾ പോയിട്ട് വരാം. പക്ഷേ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് വണ്ടി ഇറങ്ങി വരുന്നത്. ഈ ഒരു കർവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടാണ് വണ്ടി ഇറങ്ങി വരുന്നത്. സ്ലോപ്പ് ഇറങ്ങിയിട്ട് വണ്ടി നേരെ പോകുന്നത് ബണ്ടിങ്ങിലേക്കാണ്. ബണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൻ്റെ ബോർഡറാണ്. ആ ബോർഡർ കടന്നിട്ട് 3 ടയർ പോവുകയാണെന്നുണ്ടെങ്കിൽ DNF ആണ്. അപ്പോൾ ഈ ട്രാക്ക് മൊത്തത്തിൽ ക്യാൻസലാവും. അതില്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം വണ്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഹൈലൈറ്റ്. ഇന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷിലേക്ക് പോകുന്നൊരു പോക്ക്, അത് നിങ്ങൾ കാണാൻ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.